ആറ്റുകാൽ പൊങ്കാല അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ കടക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഭണ്ഡാരി അടുപ്പിൽ തീ കൊളുത്തി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൗരീവന്ദനത്തിലാണ്. ഗൗരീവന്ദനത്തിൽ ഇപ്പോൾ നിരവധി സെലിബ്രിറ്റികൾ അടക്കം ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തും. നേരത്തെയൊക്കെ നമ്മൾ വന്നപ്പോൾ ഓരോ അമ്മമാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ചിപ്പി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടോ പൊങ്കാല ഇടാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ മറുപടി പറയുമായിരുന്നു, ഉടനെ വരും, അവരെയൊക്കെ കാണാം. അങ്ങനെ സെലിബ്രിറ്റികൾ അടക്കം ഉടനെ ഇവിടെ എത്തും. നിരവധി അമ്മമാരൊക്കെ ഇവിടെ പൊങ്കാല ഇടാൻ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാം ആ നിലയിലുള്ള തിരക്കാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക്. അമ്മമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അമ്മമാരോടൊക്കെ ചോദിക്കാം. അമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ പൊങ്കാല? അടിപൊളിയാ. പറഞ്ഞോളൂ. ഞങ്ങള് പട്ടാമ്പിൽ നിന്ന് വരികയാണ്. ആറ്റുകാൽ പൊങ്കാലക്ക് വന്നതാണ്. ഞങ്ങള് 9 ആളുണ്ട്. ഞങ്ങൾക്ക് അമ്മയെ ധാരാളം ഇഷ്ടമാണ്. ഞങ്ങള് എല്ലാതും അനുഗ്രഹങ്ങളും മക്കൾക്കും മരക്കൾക്കും വേറെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകട്ടെ. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. അടുത്ത കൊല്ലം വരാൻ സാധിച്ചു വരട്ടെ. അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? മനസ്സ് നിറഞ്ഞ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു, മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു. അല്ലെ, അമ്മ നല്ല ആഗ്രഹ സബലീകരണം ഒക്കെ നൽകുന്നുണ്ട് അല്ലെ? എല്ലാവരും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എല്ലാരും ഒരുമിച്ചാണോ വന്നത്? ഒത്തൊരുമിച്ചാണോ? എല്ലാവരും ഒരുമിച്ചാണ് വന്നത്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് സഹായിച്ചൊക്കെ നമ്മൾ ആറ്റുകാൽ പൊങ്കാല എങ്ങനെ പോവാണല്ലേ? ഞങ്ങൾ എല്ലാവരും സഹകരിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ, സഹായിക്കട്ടെ അനുഗ്രഹത്താലെ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരട്ടെ ഭഗവാൻ. അമ്മ സഹായിക്കട്ടെ. തീർച്ചയായും അമ്മമാരൊക്കെ ഇങ്ങനെ കൂട്ടമായാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ഈ നല്ല സഹകരണവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിഴക്കി അവരിങ്ങനെ ആറ്റുകാൽ പൊങ്കാല ആസ്വദിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ട്. അമ്മമാരൊക്കെ ഇങ്ങനെ ഒഴുകി എത്തുന്നുണ്ട്. നമുക്ക് കൂടുതൽ അമ്മമാരിലേക്കും പൊങ്കാല വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാം. അമ്മ എവിടുന്നാ വരുന്നത്? എവിടുന്നാ? കരുനാപ്പള്ളിന്ന്. നമ്മള് പൊങ്കാല ഇങ്ങനെ വൈബാക്കുക അല്ലേ? എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷവും വരും. മുടക്കമില്ല? എല്ലാ വർഷവും ഇങ്ങനെ മുടക്കമില്ല. അപ്പൊ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇപ്പൊ പ്രത്യേകതകളുണ്ട്. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കൂട്ടമുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ. ഓക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വീട് പണിയാണ്, അതുകൊണ്ട് മകന്റെ വീട് പണി കഴിഞ്ഞാൽ കല്യാണങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത പ്രാവശ്യം പൊങ്കാലയിടാൻ വരുമ്പോൾ ആൺകുട്ടി ഉണ്ടാകട്ടെ. തീർച്ചയായും നിരവധി പ്രാർത്ഥനകളാണ് ഓരോ അമ്മമാർക്കും മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച്, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ടിങ്ങനെ മടങ്ങുക എന്നുള്ളതാണ് ഓരോ അമ്മമാരുടെയും ഒക്കെ ലക്ഷ്യം. നമ്മുടെ കുട്ടിക്കുരുന്നുകളൊക്കെ പോകുന്നുണ്ട്.